ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പറഞ്ഞ വാക്ക് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അരുൺ സാർ, പല എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷേ ഇന്ന് ഒരു വലിയ എക്സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. താങ്കൾ ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള സമയത്ത് താങ്കൾ പറഞ്ഞത് അത് ന്യൂസ് പേപ്പർ അല്ല, ഒരു സർക്കാരാണെന്ന്. സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷേ ഇപ്പോൾ സന്ദർഭം കിട്ടിയതും താങ്കൾ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങിയില്ല. ഇല്ല, അത് വേറൊരു രീതിയിലും കാണാൻ പറ്റും. ഒരു ന്യൂസ് പേപ്പർ വന്നിട്ട് സർക്കാരിനെ പോലെ പെരുമാറുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു സർക്കാരിൽ ന്യൂസ് പേപ്പറിൻ്റെ ആ രീതിക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാം. അടൽ സാറിൻ്റെ സർക്കാർ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതാണ് സത്യം. താങ്കൾ ഇന്ത്യൻ എക്സ്പ്രസിൽ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 1987 ശേഷം താങ്കൾ റിലയൻസ് ഇൻഡസ്ട്രിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. പക്ഷേ താങ്കൾ മന്ത്രിയായതിനു ശേഷം അതേ കമ്പനിയെ താങ്കൾ പ്രശംസിച്ച് തള്ളുകയും ചെയ്തു. അല്ല, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വളരെ വാശിക്കാരനാണ്, എല്ലാവരെയും ദേഷ്യപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആളാണെന്നാണ്. പക്ഷെ ഈ കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് ഗുരുമൂർത്തി ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് കാണിച്ചിരുന്നു റിലയൻസ് ചെയ്ത ചില നടപടികൾ അവർക്ക് കൊടുത്ത ലൈസൻസിനേക്കാളും അധികമായിരിക്കുന്നു എന്ന്. അതിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, എവിഡൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് പേപ്പറിലും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നു. അതാണ് ഞാനെൻ്റെ സ്പീച്ചിൽ പറഞ്ഞത്. വീരുഭായ് അംബാനിയുടെ മരണാന്തര ചടങ്ങ് ഫംഗ്ഷനിൽ പ്രസിഡന്റും ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗും ഉണ്ടായിരുന്നു. ആ സ്പീച്ച് എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. അവർ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പോയതാണ്. അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആ ലൈസൻസിങ് സിസ്റ്റം ശരിയല്ല എന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ ലംഘിച്ചതും. അതുകൊണ്ടിപ്പോൾ ലൈസൻസിങ് സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ലൈസൻസിങ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ല. ഇത് വന്നിട്ട് ഞാൻ 1965 ഡോക്ടർ തീസിസ് ചെയ്യുമ്പോൾ തന്നെ ഈ ലൈസൻസിങ് സിസ്റ്റത്തിന് എതിരായിട്ട് എഴുതിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ സിസ്റ്റം കാരണം ഇന്ത്യ ഒരു ജനറേഷനെ ലൂസ് ചെയ്യും, 25 വർഷം പിന്നോട്ട് പോകുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. ഗവൺമെന്റ് ഒരു ലൈസൻസിങ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിലുള്ള പഴുതുകൾ കണ്ടുപിടിച്ച് ധീരുഭായ് അംബാനിയെ പോലുള്ളവർ ഹീറോ ആയി മാറുന്നു. അവർ ആ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഗവൺമെന്റിന് തന്നെ മനസ്സിലാവുന്നത് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. ഓക്കെ, ഇപ്പോൾ ജഡ്ജ് സാർ പറഞ്ഞതുപോലെ ഏകദേശം ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ സ്പീച്ചിൽ സംസാരിച്ചത്. ഒരു നോബൽ പ്രൈസ് പോലും എനിക്ക് കിട്ടിയിരുന്നു. അതായത് 20ാം നൂറ്റാണ്ടിലെ താത്വികവാദിയായിരുന്ന പ്രൊഫസർ ഹൈക്ക്, അദ്ദേഹത്തിൻ്റെ ആശയം ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദായം ചില സമയങ്ങളിൽ സിസ്റ്റത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന്, അത് കാരണം സിസ്റ്റം തന്നെ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയാളുടെ വ്യൂ എപ്പോഴും മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുവെന്ന്. അതായത് അപ്പോൾ താങ്കൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വേറൊരു ചിത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനങ്ങളോട് മാപ്പ് ചോദിക്കണ്ടേ? മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് എനിക്കിന്ന് ശരിയായിട്ട് തോന്നിയ ഒരു കാര്യത്തെ ഞാൻ പറയും, അതിനുശേഷം ജനങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. ഞാൻ പറയുന്നത് നടക്കണമെന്നില്ലല്ലോ. നിങ്ങൾ ലൈസൻസിങ് സിസ്റ്റത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അതിൽ എൻ്റെ കാഴ്ചപ്പാട്, പിന്നെ ജഡ്ജിൻ്റെ കാഴ്ചപ്പാട്, അതായത് 40 വർഷമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയത് തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഒരേപോലെയാണുള്ളത്. ഇത് സത്യമാണോ? താങ്കൾ IPCL ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ റിലയൻസ് എൻട്രി ആയ സമയത്ത് താങ്കളുടെ മേൽ ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു. അതെ, വളരെ പ്രഷർ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. അതായത് റിലയൻസ്, ഇപ്പോൾ ഈ റിലയൻസിനെ നോക്കുകയാണെങ്കിൽ ഏത് ബിറ്റർ ആയിരുന്നാലും അവിടെ വരുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ടിംഗ് ലൈൻ തൊട്ട് തന്നെ അവരുടെ മേൽ ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് മിനിസ്റ്ററിൻ്റെ അടുത്ത് അയക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ റൂയ, അതായത് ഒരു ഗ്രൂപ്പ് കമ്പനി കൊൽക്കത്തയിൽ 17 വർഷമായിട്ട് വളരെ മോശപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അയാൾ ബിറ്റിൽ ജയിച്ച ഉടനെ ഹൈക്കോർട്ടിലെ കേസസ്, സുപ്രീം കോർട്ടിലെ കേസസ്, ഇങ്ങനെയെല്ലാം ചെയ്ത് 1.5 വർഷത്തിൽ തലകീഴായിട്ട് മറിച്ചു. അതുപോലെ തന്നെ ടാറ്റ മുന്നേറി വന്ന സമയത്ത് എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാറ്റയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ വരെ നടത്തി. പാർലമെന്റിന് പുറത്ത്. അതുപോലെയാണ് റിലയൻസിനെതിരെ നടന്നത്. ഒരു വലിയൊരു സ്ട്രോങ് നോട്ട് വന്നു. അത് ഒരു 23 പേജസ് ഉണ്ടാവും, റിലയൻസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരാൾ, എൻ്റെ സുഹൃത്ത് തന്നൊരു നോട്ട്. ഞാൻ ആ ഫയലിൽ എൻ്റെ ഒപ്പീനിയനെ ഡിറ്റക്റ്റ് ചെയ്തെഴുതി. ഇവിടെ സെക്രട്ടറി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗം ശരി തന്നെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ എടുത്തു വയ്ക്കാനായിട്ട് പാടില്ല. ഈ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.
നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങണമെന്ന് പറഞ്ഞു. കാരണം അത് വളരെ വലിയ ഡിസിഷനാണ്. കാരണം അതിൽ റിലയൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് വാർ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മേലെ ബ്ലെയിം വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലോയിലുള്ള പോയിന്റ് മാത്രമല്ലേ ഞാൻ എടുത്തു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അത് കറക്റ്റ് തന്നെയാണ്, എന്നിരുന്നാലും നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ഞാൻ അടൽ സാറിനോട് സംസാരിക്കേണ്ടായി. നിങ്ങളുടെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റിങ്സ് പറയുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ എൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഇത് റിലയൻസിൻ്റെ കാര്യമായതുകൊണ്ട് നിങ്ങളോട് ഇതിനെപ്പറ്റി ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ കുറ്റമെല്ലാം എൻ്റെ തലയിലോട്ട് വരും. പണം വാങ്ങിയിട്ട് റിലയൻസിന് ഫേവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അടൽ സാർ പറഞ്ഞു അതിനും സാധ്യതയൊക്കെ ഉണ്ട് എന്ന്. ശരി, എന്ത് കാര്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്താണോ ശരിയാണെന്ന് തോന്നുന്നത് അത് ചെയ്യാൻ പറഞ്ഞു. പേടിക്കാനായിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞു. ആലോചിച്ച് നോക്കും, ഒരു പ്രൈം മിനിസ്റ്റർ സപ്പോർട്ടായിട്ട് ഉള്ളപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകും കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടി. അത് റിലയൻസ് ആയിരുന്നാലും ടാറ്റ ആയിരുന്നാലും ആരായിരുന്നു.